റിപ്പോർട്ട് ഇംപാക്ട്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്തു നിന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ മാറ്റും. UDF ഭരണസമിതിയോട് അടിയന്തരമായി കൃഷ്ണരാജിനെ മാറ്റാൻ നിർദ്ദേശം നൽകിയെന്ന് യൂത്ത് ലീഗ് നേതാവ് TP അഷ്റഫ് അലി റിപ്പോർട്ടിനോട് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷിന്റെ ഇടപെടലാണ് സ്റ്റാൻഡിംഗ് കൗൺസിലായി കൃഷ്ണരാജിനെ തീരുമാനിക്കാൻ കാരണമെന്നും TP അഷ്റഫ് അലി പറഞ്ഞു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ നിയമിച്ചത് അന്നത്തെ കാലത്ത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന നിലമ്പൂർ BDO സന്തോഷ് എന്ന വ്യക്തി ചുമതലയുള്ള സമയത്താണ്. അദ്ദേഹത്തിൻ്റെ നിയമനം അദ്ദേഹം നടത്തിയത് വളരെയധികം ഗൂഢാലോചന ഉള്ളതാണ്. ഈ BDO സന്തോഷിൻ്റെ ഭാര്യയാണ് CPMൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി അവിടെ ഏരിയ കമ്മിറ്റിയൊക്കെ അംഗമായിരിക്കുന്ന ഷെറോണ റോയ്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷെറോണ റോയിയെ മത്സരിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തൊക്കെ ആയാലും ശരി, അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ നിയമനം ഉടൻ തന്നെ പിൻവലിക്കാൻ ഉള്ള നിർദ്ദേശം ഇരു പാർട്ടികളും അതിൻ്റെ ഭരണസമിതി പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. ഇനി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ ഹാജരാകില്ല. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ് റഷീദ്, തീവ്ര വർഗീയ പ്രതികരണങ്ങൾ നടത്തുകയും വർഗീയ നിലപാടുകളുള്ള കേസുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എങ്ങനെയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാവുക? ഇത് ലീഗ് ഇടപെട്ട് അതിന്മേലൊരു തീരുമാനം മാറ്റിക്കലുണ്ടായിരിക്കുന്നു. എങ്ങനെയാണത് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി ചോദിച്ചതാണ് ഇതിൽ പ്രസക്തമായ ചോദ്യം. വർഗീയ നിലപാട് എല്ലാ കാലത്തും എടുക്കുന്ന ഒരാളെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കി എങ്ങനെ വെച്ചു എന്നതായിരുന്നു നമ്മൾ രാവിലെ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഉയർത്തിയൊരു ചോദ്യം. അതിന് രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ലീഗ് നേതൃത്വവും UDF നേതൃത്വവും ഈ വാർത്ത റിപ്പോർട്ടർ TVയിലൂടെ പുറത്തു വന്നതിലൂടെ പ്രതിരോധത്തിലായി. അതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ TP അഷ്റഫ് അലിയുടെ പ്രതികരണം വരുന്നത്. അതിന് രാഷ്ട്രീയമായി തന്നെ മറുപടി കൊടുക്കാനാണ് UDFൻ്റെ തീരുമാനം. അതനുസരിച്ചാണ് അന്ന് നിലമ്പൂർ BDO ആയിരുന്ന സന്തോഷാണ് അതിൽ തീരുമാനമെടുത്തത് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പറയുന്നത്. പക്ഷേ അത് നമ്മൾ മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതിൻ്റെ ഭരണസമിതി എടുക്കുന്ന തീരുമാനത്തിന് മുകളിൽ BDO ആയിക്കോട്ടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ചുമതലയുള്ള ആൾക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയും? സാധാരണഗതിയിൽ സെക്രട്ടറി പഞ്ചായത്തിൻ്റെ ഭരണസമിതി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനിരിക്കുന്ന ആളാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ അത് രാഷ്ട്രീയമായ പ്രതിരോധം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ലീഗിൻ്റെ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് കൃഷ്ണരാജിനെ മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. പ്രാദേശികമായ അവിടുത്തെ യൂത്ത് ലീഗിലെ ഒരു വിഭാഗം ഇദ്ദേഹത്തെ ഈ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയതിനെതിരെ പാർട്ടി നേതൃത്വത്തിനും മറ്റും പരാതി നൽകിയിരുന്നു. അതൊക്കെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു നിലപാടായിരുന്നു ഒരു വിഭാഗം നേതാക്കൾ എടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അവസാനം വാർത്ത വന്ന് വിവാദമായ പശ്ചാത്തലത്തിൽ മുൻ തീരുമാനത്തിൽ നിന്ന് പിന്നോക്ക് പോവുകയാണ്. കൃഷ്ണരാജിനെ മാറ്റുമെന്നാണ് അവകാശവാദം. പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്തും ഹൈക്കോടതിയിലെ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൃഷ്ണരാജ് തന്നെയാണ്. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.